ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. എ ടൈറ്റ്ലി സ്ട്രക്ചർഡ് സ്ട്രിങ് ഓഫ് ലെങ്ത് L is fixed at its ends. At time t equal to 0, the string is given a shape given by f of x equal to mu x into L minus x, where mu is a constant, and then released. Find the displacement of any point of the string at any time t. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇത് മനസ്സിലായി ഇതൊരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനാണ്, വൈബ്രേഷൻ ഓഫ് എ സ്ട്രക്ചർഡ് സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലെറ്റ് us write the one dimensional wave equation. So the partial differential equation corresponding to one dimensional wave form is given by, നമുക്കറിയാം, dou square u by dou t square is equal to c square into dou square u by dou x square. അതിനുശേഷം നമുക്കിതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതാം. ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ടു യു, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലുമുള്ള കണ്ടീഷൻസാണ്. അതായത് നമ്മളതിന് ഇങ്ങനെയാണ് എഴുതുക, യു ഓഫ് 0t, അതായത് 0 എന്ന് പറയുന്ന സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൽ നമുക്ക് 0 എൻഡിലും L എന്ന് പറയുന്ന x ഈക്വൽ ടു 0, x ഈക്വൽ ടു L എന്ന് പറയുന്ന രണ്ട് എൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. സോ ബൗണ്ടറി കണ്ടീഷൻസ് ആർ u ഓഫ് 0t ഈക്വൽ ടു 0, u ഓഫ് LT ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അടുത്തത് എഴുതേണ്ടത് ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നുണ്ട്, the string is fixed at its ends at time t equal to 0 എന്ന് പറഞ്ഞാൽ t equal to 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി the string is given a shape. അതായത് ഇനീഷ്യലി സ്ട്രിങ് ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതായത് അത് ഇക്വിലിബ്രിയം പൊസിഷനിലല്ല, അതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ, ആ ഷേപ്പിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് തന്നിരിക്കുന്നത്. മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമ്മുടെ മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഷേപ്പിലാണ് നമ്മുടെ സ്ട്രിങ് ഇരിക്കുന്നത്. അതായത് നമ്മളിതിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനായിട്ട് ഇതിനെ ജസ്റ്റ് റിലീസ് ചെയ്താൽ മതി. അതായത് ഇനീഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി സ്ട്രിങ് ഡിസ്പ്ലേസ്ഡ് പൊസിഷനിലാണ്. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് നോട്ട് നീഡഡ്, വി ജസ്റ്റ് റിലീസ് ദ സ്ട്രിങ്. അതുകൊണ്ട് നമ്മളിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതുമ്പോൾ ഈ കേസാണ് വരിക. ദർ ഈസ് നോ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും കൊടുക്കാതെ റിലീസ് ചെയ്യാണ്. ബട്ട് ദർ ഈസ് എ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദെയർ. ഓക്കെ, അതായത് നമ്മളത് എങ്ങനെയാണ് ഇക്വേഷനായിട്ട് എഴുതുക? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് യു അറ്റ് എനി പോയിൻറ്റ് ഇനീഷ്യലി, അതായത് 0, ടൈം t ഈക്വൽ ടു 0. അത് നമുക്ക് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇനി നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത് ഇനീഷ്യലി അത് ഡിസ്പ്ലേസ്ഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഡോ യു ബൈ ഡോ ടി ഇനീഷ്യൽ വെലോസിറ്റി for at any point initially, that means t equal to 0 is 0. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ, ഇത് രണ്ടുമാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമുക്ക് രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും രണ്ട് ബൗണ്ടറി കണ്ടീഷനും ഉണ്ടാവും. ഈ ഇനീഷ്യൽ കണ്ടീഷൻ മാത്രം ക്വസ്റ്റ്യനിൽ നോക്കി മനസ്സിലാക്കുക. ഏത് കേസാണ് പറയുക? വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, വെലോസിറ്റി ഇല്ല, അല്ലെങ്കിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ഈ മൂന്ന് കേസിനനുസരിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുക, അല്ല ഇനീഷ്യൽ കണ്ടീഷൻ എഴുതുക. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അതെന്തായിരുന്നു? അതായത് യു എക്സ് ടി അല്ലെങ്കിൽ വൈ എക്സ് ടി ഈസ് ഈക്വൽ ടു C1 cos px പ്ലസ് C2 sin px ഇൻറ്റു C3 cos CPT പ്ലസ് C4 sin CPT. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഞാനിനി പറയാൻ പോകുന്ന സ്റ്റെപ്സുകൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അതുകൊണ്ട് അത്രയും സ്റ്റെപ്പുകളും കൂടെ എഴുതുന്നതായിരിക്കും എക്സാമിന് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നേരെ സൊല്യൂഷൻ എഴുതിയിട്ട് അതിൻ്റെ കോൺസ്റ്റൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പുകളും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് ഇക്വേഷൻ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ഈ സൊല്യൂഷനെ മോഡിഫൈ ചെയ്യണം, ഓരോ ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും അപ്ലൈ ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് യു ഓഫ് ഇതല്ലേ, u of 0t is equal to 0. So applying u of 0t is equal to 0 in equation 1 or in the above equation. അതായത് ഈ ഇക്വേഷനകത്ത് എക്സിന് 0 കൊടുക്കുക, u of 0t. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് c1 cos 0 പ്ലസ് c2 sin 0 ഇൻറ്റു c3 cos cpt പ്ലസ് c4 sin cpt എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പോൾ ഇത് c1 ഇൻറ്റു c3 cos cpt പ്ലസ് c4 sin cpt എന്ന് കിട്ടും. u 0t 0 ആയതുകൊണ്ട് ഇത് 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്നും ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് c1 ഈക്വൽ ടു 0 ആണ്. കാരണം c3യും c4ഉം ഒരുമിച്ച് 0 ആകാൻ പറ്റില്ല. അതിൽ ഓൺലി പോസിബിലിറ്റി ഈസ് c1 ഈക്വൽ ടു 0. സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് c1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി c1 0 എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 ബിക്കംസ് uxt ഈസ് ഈക്വൽ ടു c1 0 കൊടുക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് c2 sin px ഇൻറ്റു c3 cos cpt പ്ലസ് c4 sin cpt എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ വീണ്ടും നമ്മൾ മോഡിഫൈ ചെയ്ത് ഇതാണ് ഇക്വേഷൻ 2. ഇനി വീണ്ടും അപ്ലൈ ദ കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് u of lt ഈക്വൽ ടു 0. നൗ വി അപ്ലൈ ദാറ്റ് ഹിയർ. u of lt ഈക്വൽ ടു 0, അതായത് എക്സിനാണ് l എന്ന് കൊടുക്കുക. ഇൻ ദ എബോ ഇക്വേഷൻ 2ൽ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ എക്സിന് l എന്ന് കൊടുക്കുമ്പോൾ u of lt ഈസ് ഈക്വൽ ടു c2 ഇൻറ്റു സൈൻ പി എൽ എന്ന് വരും, എക്സ് അല്ലേ. c3 കോസ് cpt പ്ലസ് c4 സൈൻ cpt. ഓക്കെ, ഇനി നമുക്ക് ULT എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് 0 ഈസ് ഈക്വൽ ടു c2 സൈൻ പി എൽ ഇൻറ്റു c3 കോസ് cpt പ്ലസ് c4 സൈൻ cpt. ഇനി രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുമ്പോൾ c2ന് 0 ആവാൻ പറ്റില്ല. ബിക്കോസ് ഇഫ് യു പുട്ട് c2 ഈക്വൽ ടു 0 ഇക്വേഷൻ 2 വിൽ ബിക്കം 0. അതായത് c2ന് 0 കൊടുത്താൽ ഇക്വേഷൻ 2ൽ നമുക്ക് c2ന് 0 കൊടുത്താൽ മുഴുവൻ 0 ആയി പോകും. അതുപോലെ നമുക്ക് c3യും c4 ഒരുമിച്ച് 0 ആവാൻ പറ്റില്ല. പിന്നെ ഒരു പോസിബിലിറ്റി ആകെ ഉള്ളത് ഇവിടെ സൈൻ പി എൽ മാത്രമാണ് നമുക്ക് 0 ആവാൻ പറ്റുള്ളൂ. സോ ദിസ് ഇംപ്ലൈസ് സൈൻ പി എൽ ഈസ് ഈക്വൽ ടു 0. സൈനിൻ്റെ ഏത് വാല്യൂ ആണ് എപ്പോഴും 0 ആവുന്നത്? സൈൻ എൻ പൈ ഈക്വൽ ടു 0 നമുക്കറിയാം. ഫോർ എൻ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 എക്സെട്ര. അപ്പം നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പം പി എൽ ഈസ് ഈക്വൽ ടു എൻ പൈ എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് പി ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൻ. സോ ഇതാണ് നമുക്ക് അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്കൻഡ് റിസൾട്ട്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതിയില്ലെങ്കിലും അപ്ലൈയിങ് ദ കണ്ടീഷൻ വി ഗെറ്റ് പി ഈക്വൽ എൻ പൈ ബൈ എൽ എന്നെങ്കിലും എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കിനി കിട്ടിയ റിസൾട്ട് ഇക്വേഷൻ 2 ആണ് ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി ഇക്വേഷൻ 1ൻ്റെ ആവശ്യമില്ല, ഇക്വേഷൻ 2ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് വി ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് uxt ഈസ് ഈക്വൽ ടു c2 സൈൻ പി എൻ പൈ. പിക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുക? എൻ പൈ ബൈ എൽ എന്ന് കൊടുക്കണം. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു c3 കോസ് സി പി ടി ആണ്. പിക്ക് പകരം എൻ പൈ ബൈ എൽ ടി പ്ലസ് c4 സൈൻ സി എൻ പൈ ബൈ എൽ ടി എന്നായി മാറും. അതായത് ഇപ്പോൾ n ഈസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര എന്ന് വരും. ഇനി നമുക്ക് വീണ്ടും ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ റിസൾട്ട് അനുസരിച്ച് ഇനി നമുക്ക് അടുത്ത ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. പുതിയ മോഡിഫൈഡ് ഫോമാണ്. ഇനി വീണ്ടും അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്തു, ആദ്യത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അതായത് ux0 ഈക്വൽ ടു എഫ് എക്സും ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു x0 ആണ്. ആക്ച്വലി നമ്മളിനി ഈ രണ്ട് കണ്ടീഷനുമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്.
ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം $u/(x0) = 0 എന്നുള്ള കണ്ടീഷൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് $u/(x0) = 0 എന്ന കണ്ടീഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ മുകളിലത്തെ ഇക്വേഷനെ നമുക്ക് $u/(t) കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇക്വേഷൻ 3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം $u/(t) at xt = റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ C2 ഇൻറ്റു നമ്മൾ t വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ sin nπx/L എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു C3 cos nπct/L ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണല്ലോ, മൈനസ് സൈൻ nπct/L ഇൻറ്റു nπc/L എന്ന് വരും. പ്ലസ് അതേപോലെ തന്നെ C4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ C4 ഇൻറ്റു സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് nπct/L ഇൻറ്റു nπc/L. ഡിഫറൻസിയേഷന് ശേഷം നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അതായത് $u/(t) x0, അതായത് മുകളിലത്തെ ഇക്വേഷനിൽ ടിക്ക് പകരം 0 എന്ന് കൊടുക്കുക. ദാറ്റ് മീൻസ് C2 sin nπx/L. ടിക്ക് 0 എന്ന് കൊടുക്കുമ്പം സൈൻ 0 വരും അല്ലേ. ഇവിടെ ടിക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ 0 വരും. സൈൻ 0 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം 0 ആവും. രണ്ടാമത്തെ ടേമിൽ C4 ഇൻറ്റു nπc/L ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടുക $u/(t) x0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 = C2 ഇൻറ്റു sin nπx/L ഇൻറ്റു C4 ഇൻറ്റു nπc/L. ഇതിൽ നമുക്ക് C2 0 ആകാൻ പറ്റില്ല, കാരണം C2 0 ആയാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ C2 ഇട്ട് കൊടുത്താൽ മൊത്തം 0 ആയിപ്പോവും. ആകെ നമുക്കിനി 0 ആകാൻ പറ്റുന്നത് C4 മാത്രമാണ്. സോ ദിസ് ഇംപ്ലൈസ് C4 = 0. C4 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 3 it becomes uxt = C2 sin nπx/L. C4ന് നമ്മൾ 0 എന്ന് കൊടുക്കുകയാണല്ലോ. പിന്നെ നമുക്കുള്ളത് C3 cos nπct/L. ഇപ്പോൾ ഇവിടെ നമുക്ക് C2 C3 ഒരുമിച്ച് എടുക്കാം. ഓക്കെ, C2 C3 sin nπx/L cos nπct/L for all n = +or -1 2 3 etc. എന്ന് എടുക്കാം. അപ്പോൾ ഈ C2 C3ക്ക് പകരം നമുക്കൊരു bn എന്ന് കൊടുക്കാം. bn ഇൻറ്റു, കാരണം ഓരോ n-നും ഡിഫറെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് വി വിൽ പുട്ട് bn ഇൻറ്റു sin nπx/L cos nπct/L. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ കിട്ടിയ uxt എല്ലാ n-നും, എല്ലാ ഇൻറ്റിജർ n-നും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ മൊത്തം സമ്മേഷൻ ആയിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. അത് നമുക്ക് ഓർമ്മിച്ചാൽ മാത്രം മതി. അതായത് നമ്മൾ ഇനി എഴുതേണ്ടത് ഇതിൻ്റെ ടോട്ടൽ സമ്മാണ്. അതായത് സിഗ്മ n = 1 to infinity bn, അതായത് ഇതിൻ്റെ ടോട്ടൽ സം ഫോർ എവരി n ഫ്രം 1 to infinity sin nπx/L cos nπct/L. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നാലാമത്തെ സൊല്യൂഷൻ, ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഇനി നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് bn-ഉം കൂടെ കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റ് നമുക്കിനി bn-ഉം കൂടെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്കിനി ഒരു 1 more കണ്ടീഷൻ ഈസ് റിമൈനിങ്. നമ്മൾ ഈ കണ്ടീഷൻസ് ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമുക്കിവിടെ ഇനി ഈ ux0 = fx എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടിയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷൻ എഴുതാം. അപ്ലൈയിങ് ദ കണ്ടീഷൻ ux0 = f of x. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ നോക്കിയോളൂ. ഇക്വേഷൻ 4ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 4bm becomes ux0 = sigma n = 1 to infinity bn sin nπx/L. 0 നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ tക്കാണ്, അതായത് cos 0 എന്ന് പറയും. cos 0 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻറ്റു cos 0 എന്നാണ് വരിക. cos 0 1 ആയതുകൊണ്ട് നമുക്ക് കിട്ടും ux0 ഈസ് f of x. f of x = sigma n = 1 to infinity bn sin nπx/L. ഇത് നിങ്ങൾ
കഴിഞ്ഞ വർഷം പഠിച്ച ഫൊറിയർ സീരീസാണല്ലേ, ഫൊറിയർ സൈൻ സീരീസാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ബി എൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി എൻ ഈസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L f of x sin nπx/L dx ആണ് ഇതിൻ്റെ ബി എൻ. അപ്പോൾ നമുക്കിതിൻ്റെ ബി എന്നും, അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ഒന്നും കൂടെ നോക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഫോർ ദ കേസ് വെയർ ദർ ഈസ് നോ ഇനീഷ്യൽ വെലോസിറ്റി ബട്ട് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ സൊല്യൂഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളിത് ഡിറൈവ് ചെയ്തെടുക്കാൻ പഠിക്കുക. ഇനി അതിനകത്ത് ബി എന്നിൻ്റെ ഫോർമുലയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാതെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഓഫ് എക്സ്. ഇനി ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലേക്ക് വന്നാൽ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സിന് പകരം മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് സൈൻ nπx/L dx. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇൻ്റഗ്രേഷൻ നമ്മൾ UV റൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മ്യൂ ഔട്ട്സൈഡ് എടുക്കുക, 2μ/L ഇൻ്റഗ്രൽ 0 to L. അപ്പോൾ നമുക്ക് എക്സ് Lx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ nπx/L dx എന്ന് വരും. നമുക്ക് ഇൻ്റഗ്രേഷൻ എൻ്റെ UV റൂൾ ഉപയോഗിച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ Lx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ, അതായത് മൈനസ് കോസ് nπx/L ഡിവൈഡഡ് ബൈ, നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ബുക്ക് നോക്കി ഇൻ്റഗ്രേഷൻ ജനറൽ റൂൾ ഒന്ന് പഠിക്കുക, എന്നിട്ടിത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് മൈനസ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് Lx മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് L മൈനസ് 2x. ഇനി രണ്ടാമത്തെ ടേമിൻ്റെ ഇൻ്റഗ്രൽ, അതായത് മൈനസ് കോസ് nπxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nπx/L ഡിവൈഡഡ് ബൈ, ഓൾറെഡി അവിടെ ഒരു nπ/L ഉണ്ട്, വീണ്ടും ഒരു nπ/L വിത്തിൻ ദ ലിമിറ്റ് 0 to L പ്ലസ് വീണ്ടും ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുക. L മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു മൈനസ് സൈൻ nπx/Lൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nπx/L ഡിവൈഡഡ് ബൈ nπ/L ആണ്. ഓൾറെഡി അവിടെ രണ്ട് nπ/L കൂടെ ഉണ്ട്, അപ്പോൾ nπ/L ദ ഹോൾ ക്യൂബ് എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ് 0 to L. അപ്പോൾ നമ്മുടെ ജനറൽ റൂൾ കഴിഞ്ഞു. ഇനി നമ്മൾ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്യുക. 2μ/L ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് L എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ L² മൈനസ് L² പറയുമ്പം അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0 അതും 0 വരും. അപ്പോൾ ഫസ്റ്റ് ടേം ആക്ച്വലി 0 ആയി പോകുന്നു. ഇനി രണ്ടാമത്തെ ടേം നിങ്ങൾ ഫൊറിയർ സീരീസ് പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ നമ്മൾ എക്സിന് L എന്ന് കൊടുക്കുമ്പോൾ സൈൻ nπL/L എന്ന് വരും, അതായത് സൈൻ nπ എന്ന് വരും. സൈൻ nπ 0 ആണ്, അപ്പോൾ അപ്പർ ലിമിറ്റ് 0 എന്ന് വരും. രണ്ടാമത് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം സൈൻ 0 എന്ന് വരും, അതും 0 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേമും നമുക്ക് 0 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ടേം മാത്രമേ നമുക്ക് ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ് -2 മൈനസ് മൈനസ് 3 മൈനസ് വരുമ്പോൾ -2 L³/N³ ഇനി നമ്മൾ മുകളിൽ ലിമിറ്റ് കൊടുക്കുമ്പം എക്സിന് L എന്ന് കൊടുക്കുക, അപ്പോൾ കോസ് nπL/L. ഇപ്പോൾ കോസ് nπയുടെ വാല്യൂ -1/n ആണ്. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 മൈനസ് 2 മൈനസ് 4 മ്യൂ L³ ഡിവൈഡഡ് ബൈ L N³ ഇൻറ്റു -1/n -1. വീണ്ടും ഒന്നും കൂടെ L ക്യാൻസൽ ചെയ്താൽ -4μ L² ഡിവൈഡഡ് ബൈ N³ ഇൻറ്റു -1/n -1 ആണ് നമ്മുടെ BN. അതുകൊണ്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് UXT ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity BN അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4μ L² ബൈ N³ ഇൻറ്റു -1/n -1 ഇൻറ്റു നമുക്കറിയാമല്ലോ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ, BN sin nπx/L cos nπct/L എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അതിലേക്ക് BN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വി ഗെറ്റ് BN ഇൻറ്റു sin nπx/L ഇൻറ്റു cos nπct/L. ഓക്കെ, അപ്പോൾ ഇതിനകത്ത്
7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് ഞാനൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഓടിച്ച് വിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് എഴുതാം. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് എഴുതാം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് എഴുതാം. അത് ഏത് കേസാണെന്ന് നോക്കി എഴുതുക. അടുത്ത സ്റ്റെപ്പായിട്ട് സൊല്യൂഷൻ എഴുതുക. വീണ്ടും അപ്ലൈയിങ് u0 = 0 വി ഗെറ്റ് c1 = 0 എന്ന് എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അടുത്തത് മൂന്നാമത് പിന്നെ എഴുതേണ്ടത് അപ്ലൈയിങ് ult = 0 എന്ന് എഴുതിയിട്ട് വി ഗെറ്റ് p = n/l എന്ന് എഴുതിയാൽ മതി. ഇതിനിടയ്ക്കുള്ള ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് അടുത്തത് എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്ലൈയിങ് ദിസ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇതാണ് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് c4 = 0. ഇനി അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ അതേതാണ്? ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ. അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണ് ux0. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്ലൈയിങ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ∂u/∂x ∂t = x0 = 0 വി ഗെറ്റ് c4 = 0 എന്നും അപ്ലൈയിങ് ദ കണ്ടീഷൻ ux0 = f(x) വി ഗെറ്റ് എന്ന് പറഞ്ഞ് ഈ സൊല്യൂഷൻ നമ്മൾ എഴുതുക. എന്നിട്ട് അതിൻ്റെ bnഉം കൂടെ എഴുതിയിട്ട് bnൽ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും എന്താണ് ഓരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടി വരും. അതുപോലെ സൊല്യൂഷനും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൊല്യൂഷൻസ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് മാത്രം കണ്ടുപിടിക്കാതെ ഇതാണ് സൊല്യൂഷൻ എന്ന് ഓർത്തിരിക്കും കൂടെ ചെയ്യുക. ഈ സൊല്യൂഷൻ ഏതിൻ്റെയാണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് പക്ഷേ വെലോസിറ്റി ഇല്ല എന്നുള്ള കേസാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാ ടൈപ്പ് ക്വസ്റ്റിനും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.